അപ്പൊ ഈ ഒരു കുലുക്കിപ്പന്ത് എന്ന് പറയുന്നത് ഈ പേരിൽ തന്നെ ഉണ്ട്. നല്ലോണം കുലുക്കി 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 ഈ ഒരു പന്ത് താഴെ ഇടണം. ഇവരിതാ ഒരു റെയിൻകോട്ട് കൊടുത്തിട്ടുണ്ട്. ഈ പന്ത് മൊത്തം ഇവരുടെ മേലെ ഒട്ടിച്ച് വെച്ചിട്ടുണ്ട്. എങ്ങനെയൊക്കെയാണെങ്കിലും ഇത് പോരില്ല. ഇങ്ങനെ പിടിച്ച് ഇടിച്ചാലും അത് അവിടെ നിന്ന് പോരില്ല. അത്രയും സ്ട്രോങ് ആണ്. നല്ല ഭംഗിയുണ്ട് ജിമിക്ക് കിട്ടും ഇങ്ങനെ പന്തൊക്കെ ഒട്ടിച്ച് വെച്ച്. ശരി, ഓക്കെ. അപ്പൊ ഇത്ര മാത്രമേ ഉള്ളൂ. രണ്ട് ടീമിൽ നിന്ന് ഓരോരുത്തരാണ് കളിക്കാൻ വരിക. ആൻഡ് 45 ബോൾസ് ആണ് നമ്മൾ ഓൾ ടോട്ടൽ ഒരാളുടെ ബോഡിയിൽ സ്റ്റിക്ക് ചെയ്ത് വെച്ചിട്ടുള്ളത്. അപ്പൊ ഏറ്റവും കൂടുതൽ, അതായത് ഇവർക്ക് നമ്മളൊരു കൗണ്ട് ഡൗൺ കൊടുക്കും. അതിനുള്ളിൽ ഇത്ര ടൈമിനുള്ളിൽ ഏറ്റവും കൂടുതൽ ബോൾ ഇങ്ങനെ കുലുക്കി കുലുക്കി താഴെ ഇടുന്ന ആളായിരിക്കും ജയിക്കാൻ പോണേ. കൈ ഒന്നും യൂസ് ചെയ്യാൻ പാടില്ല. പാട്ടിനനുസരിച്ച് ഡാൻസ് ചെയ്ത് ഇങ്ങനെ തുള്ളി 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 നിറച്ച് താഴേക്ക് ഇടണം. ഓക്കെ, ഇവർക്കുള്ള കൗണ്ട് ഡൗൺ പ്ലീസ്. 3, 2, 1. ഇത്രയും താളത്തോടുകൂടി ഇതിനു മുമ്പ് കളിക്കണ കണ്ടിട്ടില്ല കേട്ടോ. ഇന്നോവേറ്റീവ് ആയിട്ട് ക്രിയേറ്റീവ് സ്റ്റെപ്സ്, വർക്ക്ഔട്ട് ചെയ്യുന്ന സ്റ്റെപ്സ് ഒക്കെ അനു പുഷപ്പ് എടുക്കാം. സൂംബ 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 എന്തോ കൊറേ കുലുങ്ങി, പക്ഷെ ഒന്നും പോയില്ല. കൊറേ കുലുങ്ങി തുടങ്ങിയപ്പോ ഏറ്റവും കൂടുതൽ ഈ ബോൾസ് തെറിച്ചു വീണത് റിനിയുടെ ആയിരുന്നു. പക്ഷെ പിന്നെ റിനി അങ്ങോട്ട് സ്ലോ ആയി പോയി. സ്ലോ അല്ല, റിനി വിചാരിച്ചു 1 വർഷം കഴിഞ്ഞ് വന്നതല്ലേ ദുബായിന്ന്, അപ്പൊ ഫ്ലോറൊക്കെ ഞാൻ ഒന്ന് സൂക്ഷിക്കാം. പക്ഷെ അതൊന്നും അല്ല. അനു സതീശണ്ണന്റെ മോക്ക് ഇത് എന്ത് പറ്റിയെന്ന് ആൾക്കാർ ചോദിക്കണം. ഫ്ലോറിന്റെ ഓരോ സാധനങ്ങളൊക്കെ എല്ലാ ഇളവി ഓരോ സൈഡിൽ സ്റ്റെപ്പ് നമുക്കറിയണം. കൊറേ ബോൾസ് ഉണ്ട്. അപ്പൊ കുഴപ്പമില്ല. ഈ ഒരു പോയിന്റ് ഈ ഒരു റൗണ്ട് കഴിയുമ്പോ അനുവിലേക്കാണ് കേട്ടോ പോണത്. വെരി ഗുഡ് ഗുഡ്. കുലുക്കിപ്പന്ത് എന്ന് പറഞ്ഞ ഗെയിമിന്റെ സെക്കൻഡ് റൗണ്ടിലേക്ക് പോകാൻ പോകുമ്പോ ആരാ? രണ്ടിലും ശുശു ഉണ്ട്. ആരൊക്കെയാ? ഒന്ന് ശശു, ഒന്ന് സസു. അയ്യോ, എന്നെ കൊണ്ട് ഞാൻ തോറ്റു. അത് മാത്രല്ല രണ്ടുപേരും ഡാൻസേഴ്സും ആണ്. പക്ഷെ ഇങ്ങനെയൊക്കെ ആണെങ്കിലും ഗെയിം സൂ ആവാണ്ടിരുന്നാ മതിയായിരുന്നു. രണ്ടുപേരും ഡാൻസർ ആണെന്ന് പറഞ്ഞു. ഇനി ആ മത്സര ഡാൻസ് കണ്ടാൽ ശശാങ്കൻ കലാത്തിലൊക്കെ പട്ടം തട്ടിയെടുക്കുമെന്ന് ഇപ്പൊ കാണാം ചൂടോടുകൂടി. മൂവിംഗ് ഓൺ ടു ദ സെക്കൻഡ് റൗണ്ട് ഓഫ് കുലുക്കിപ്പന്ത്. ആൻഡ് ഇവർക്കുള്ള കൗണ്ട് ഡൗൺ പ്ലീസ്. 3, 2, 1. തട്ടി കുപ്പിട്ടോളൂ കേട്ടോ. എന്തെങ്കിലൊക്കെ പോകാനുള്ള സാധ്യതയുണ്ട്. ശശാങ്ക
ശശാങ്ക നല്ല ഡാൻസർ, അടിപൊളിയടാ. ക്ലാസിക് ഡാൻസ് കളിക്കാൻ അറിഞ്ഞൂടാ. നേരെ കളി സൂപ്പർ. ഇവരങ്ങോട്ട് പ്രാവിക്കൊണ്ടിരിക്കുകയാണോ ഇങ്ങനെ? ഈ സ്റ്റെപ്പ് കണ്ട നമ്മൾ സുഖമായി പോയി അല്ലേ? അത്രയും നല്ല ബ്രില്യന്റ് ആയിട്ടുള്ള ഡാൻസേഴ്സ് ആയിരുന്നു, ഡാൻസ് സ്റ്റെപ്സും ആയിരുന്നു അല്ലേ? സ്വാസിക കളി നന്നായിട്ട് ശശാങ്ക കളിച്ചു. ആണോ? പക്ഷെ അതിനേക്കാളി നന്നായിരുന്നു. അതാണ് അവിടെ ഒരു പക്ഷി ഉണ്ടായിരുന്നു, അത് കുട്ടി കേൾക്കാൻ നിന്നില്ല. പക്ഷേ എനിക്കൊരു പക്ഷേ പറയാനുണ്ട്. രണ്ടുപേരുടെയും ഈ ഒരു കുലുക്ക് പന്ത് കഴിയുമ്പോൾ ഇതിൽ 22 ബോൾസ് ആണ്, അതായത് ടോട്ടൽ 45 ബോൾസ് ആയിരുന്നു രണ്ടുപേരുടെ ബോഡിയിൽ നമ്മൾ ഒട്ടിച്ചു വെച്ചിട്ടുണ്ടായിരുന്നേ. ഏറ്റവും കൂടുതൽ താഴെ ഇടുന്ന ആളായിരിക്കും, കുറവ് മേലുള്ള ആളായിരിക്കും ജയിക്കാന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. 22 ബോൾസ് സ്വാസുവിന്റെ ബോഡിയിൽ ഉണ്ടെങ്കിൽ 25 ബോൾസ് ആണ് ശശുവിന്റെ ബോഡിയിലുള്ളത്. That means Swasu is the winner. എങ്ങനെയുണ്ടായിരുന്നു ഇവരുടെ ഡാൻസ്? ശശാങ്കന്റെ ഡാൻസ് വളരെ മനോഹരമായിരുന്നു. മാറുന്ന കുറെ സ്റ്റെപ്പുകൾ ഇതുവരെ കണ്ടിട്ടില്ലാത്ത തരത്തിൽ ശശാങ്കൻ പ്രേക്ഷകർക്ക് വേണ്ടി എറിഞ്ഞു, പക്ഷെ ബോൾ വീണില്ല. മുദ്രകൾ എങ്ങനെയുണ്ടായിരുന്നു? മുദ്രകള് കറക്റ്റ് ആയിരുന്നു. അതെല്ലാം സ്വാസിക നോക്കിക്കൊണ്ടിരിക്കുന്നത്. ഇപ്പൊ സ്വാസികയുടെ പുറത്തുനിന്ന് വീഴുന്ന ബോളിനെ നോക്കിക്കൊണ്ടിരുന്ന ശശാങ്കൻ സ്റ്റെപ്പ് കുറെ കളഞ്ഞു. ശശാങ്കൻ നമ്മുടെ ടീമിലെ ആ വ്യക്തി എന്ന് പറയുന്നത് ഡാൻസിനായിരുന്നു ശ്രദ്ധ കൊടുത്തിരുന്നത്. നല്ല ഭംഗിയായുള്ള സ്റ്റെപ്പുകളും നല്ല രീതിയിലുള്ള ഡാൻസും നല്ല സ്റ്റൈലായിട്ടാണ് അദ്ദേഹം. ഇത് മത്സരമായിട്ടല്ല അദ്ദേഹം എടുത്തത്. അദ്ദേഹം ആ ഡാൻസിന് മാത്രം കേന്ദ്രീകരിച്ച്. പക്ഷേ സാസുവിനെ സംബന്ധിച്ചിടത്തോളം നല്ല ഡാൻസ് ആയിരുന്നു, എന്നാൽ ബോൾ കളയാനുള്ള ശ്രദ്ധയും അതിൽ ചെലുത്തിയിരുന്നു. ഈ ഒരു റൗണ്ട് കഴിയുമ്പോൾ ഇതിൽ ജയിച്ചിട്ടുള്ളത് നമ്മുടെ സ്വാസുകുട്ടി, തോറ്റിട്ടുള്ളത് നമ്മുടെ ശശികുട്ടി. കുലുക്കിപ്പന്തില് ഇനി നമ്മൾ അടുത്ത റൗണ്ടിലേക്ക് കടക്കാൻ പോകുമ്പോ ഇവര് രണ്ടുപേരിലുള്ള കോമൺ ആയിട്ടുള്ള ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ഇവരിലും ഡാൻസ് ഉണ്ട്. അതായത് ഒരാളെന്ന് പറഞ്ഞാൽ വർഷങ്ങളായിട്ട് ഡാൻസ് രക്തത്തിൽ അലിഞ്ഞ ഒരാള്, വേറൊരാളെന്ന് പറഞ്ഞാൽ ഡാൻസ് ഇപ്പൊ പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. ഒരാള് ആസ്ഥാന നർത്തകൻ, ഒരാള് സൈക്ലജ്ഞക്കാരൻ. ഇനി മറ്റൊരു കാര്യം നെൽസൺ ചേട്ടാ, ഈ ഒരു ജിമ്മിന്റെ കൂടെ മത്സരിക്കാൻ എന്തെങ്കിലും ഒരു ഉള്ളിലൊരു ഭയം ഉണ്ടോ? തീർച്ചയായും ഉണ്ട്. പിന്നെ ഇത്രയും ആരോഗ്യ ദൃഢഗാത്രനായ ഒരുത്തിന്റെ കൂടെ ഞാൻ എന്ത് ചെയ്യാനാണെന്ന് ഞാൻ ആലോചിച്ചുകൊണ്ടിരിക്കും. ശരി, അപ്പൊ ഒന്നുമില്ല, നവീൻ ചേട്ടനെ സംബന്ധിച്ചിടത്തോളം ഇത് ഭയങ്കര ഈസി ആയിരിക്കും. കാരണം വീട്ടിൽ ചെയ്യുന്ന റെഗുലർ വർക്ക്ഔട്ട് എക്സസൈസ് ഇല്ലേ, അത് മതി. നിന്നിട്ട് ഇങ്ങനെ പിടിക്കുമ്പോൾ എല്ലാം പറഞ്ഞ് നാല് വഴിക്ക് പോകും. കൗണ്ട് ഡൗൺ കൊടുക്കാൻ പോവാണ് ഇവർക്കുള്ളത്. കൗണ്ട് ഡൗൺ പ്ലീസ്. 3, 2, 1. വെരി ഗുഡ് നെൽസൺ ചേട്ടാ. നവീൻ ചേട്ടന്റെ ഒരെണ്ണം പോലും പോയിട്ടില്ല. നവീനെ പേരിന് വേണ്ടിയെങ്കിലും 2 ബോൾ കളയടാ. വെരി ഗുഡ്. നവീനെ നാണക്കേടാണ്. നാണക്കേടാണ് കേട്ടോ. അടിപൊളി. ഡെയിലി വർക്ക്ഔട്ട് ചെയ്യുന്ന ആളെന്ന് വീമ്പിളക്കിയത്. വെരി ഗുഡ്.
കളിയടാ നവീന, തറയിലൊക്കെ ഇരുന്ന് കളിയടാ. ആ അത് കിടന്ന സ്റ്റെപ്പ്. ചെവി തുളച്ച അപ്പുറത്ത് രണ്ടുപേരുടെയും പിത്തിളകി തുടങ്ങി. കളിയേ നവീനെ, നവീനെ കളിയേ. നിങ്ങളുടെ സമയം തീർന്നിരിക്കുകയാണ്. ബസർ വന്നിരിക്കുകയാണ്. ദാറ്റ് മീൻസ് ഇനി നമ്മൾ ടോട്ടൽ കൗണ്ട് ചെയ്യണം. എന്താണ് അവസ്ഥ? നല്ല സുഖമുണ്ട്. നല്ലൊരു ഓക്കെ, അവസ്ഥ സംസാരിക്കും വയ്യ. അതെ, പക്ഷെ ഡാൻസർ ആയതുകൊണ്ട് അത് ഹെൽപ്പ് ചെയ്തല്ലേ? ആ പിന്നെ ഭയങ്കര ഞങ്ങൾക്ക് തോന്നി. ശരി, അപ്പൊ കുലിക്കിപ്പന്തിന്റെ ഫൈനൽ റൗണ്ട് കഴിയുമ്പോ നമ്മൾ ടോട്ടൽ ബോൾസ്, അതായത് ബോഡിയിലുള്ള ടോട്ടൽ ബോൾസ് എന്ന് പറഞ്ഞാൽ 45 എണ്ണായിരുന്നു. ഇപ്പൊ എത്ര എണ്ണം റിമൈനിങ്? ഏറ്റവും കുറവ് ബോൾസ് ഉള്ള ആളായിരിക്കും ജയിക്കാൻ പോണത്. അതായത് നമ്മുടെ നവീൻ ചേട്ടൻ ടോട്ടൽ 27 ബോൾസ് ആണ് ഇനിയും താഴെ വീഴാനായിട്ട് ഉള്ളത്. എന്നാൽ നമ്മുടെ നെൽസൺ ചേട്ടന്റെ ടോട്ടൽ 22. ഓക്കെ, അപ്പോ ഈ ഒരു റൗണ്ട് കഴിയുമ്പോൾ ഇതിൽ ജയിച്ചിട്ടുള്ളത് നെൽസൺ ചേട്ടന്റെ ടീമാണ് ജയിച്ചിട്ടുള്ളത്. കൺഗ്രാറ്റുലേഷൻ. ഓക്കെ, ബട്ട് ഓൾ ടോട്ടൽ നോക്കുമ്പോൾ, അതായത് 3 റൗണ്ട്സും കൂടെ നമുക്ക് നോക്കണല്ലോ, 3 റൗണ്ട്സും കൂടെ നോക്കുമ്പോൾ ഇതിൽ ജയിച്ചിട്ടുള്ളത് നെൽസൺ ഷൂർനാടിന്റെ ടീമല്ല, നോബി മാർക്കോസാറ്റി. അപ്പൊ ഇതിലും ഇന്നത്തെ എപ്പിസോഡ് വൈൻഡപ്പ് ചെയ്യാനുള്ള സമയമായിട്ടുണ്ട്. അപ്പൊ ഇതിലും ഞങ്ങൾ പെട്ടെന്ന് ബൈ പറയുകയാണെന്ന് തോന്നുന്നുണ്ടോ? പക്ഷെ നമ്മൾ വാക്ക് വലിച്ചിട്ടുണ്ട്. 1 മണിക്കൂർ സമയം എന്ന് പറഞ്ഞാൽ നമ്മൾ 1 മണിക്കൂർ ഉണ്ടായിരുന്നു. കുഴപ്പമില്ല, അടുത്ത ദിവസം വീണ്ടും കാണാം. So now we are saying bye from Eastern Star Magic powered by Maggie Noodles. Saying ta-ta, bye-bye, good night.